മുണ്ടക്കൈ ഉരുൾ ദുരന്ത ബാധിതരുടെ ഭക്ഷ്യ കൂപ്പണുകൾ മുടങ്ങിയിട്ട് 3 മാസം. 1000 രൂപയുടെ ഭക്ഷ്യ കൂപ്പണുകളാണ് മുടങ്ങിയത്. കൂപ്പൺ മുടങ്ങിയതോടെ വൻ പ്രതിസന്ധിയിലാണ് ദുരന്ത ബാധിതർ. മെന്റർമാരെ മാറ്റിയതോടെയാണ് കൂപ്പണുകൾ മുടങ്ങിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ലിനറ്റ് വർഗീസ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട് ചേരുന്നു. ലിനറ്റ്, ഗുഡ് മോർണിംഗ്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്, അവരെ ചേർത്തു നിർത്തിയതാണ്. പക്ഷേ ഇപ്പോ ഈ ഭക്ഷ്യക്കിറ്റ് അടക്കം അല്ലെങ്കിൽ ഭക്ഷ്യ കൂപ്പണുകൾ അടക്കം മുടങ്ങിയിട്ട് 3 മാസമായെന്ന് പറയുമ്പോൾ അത് ഗുരുതരമാണ്. അധികൃതരുടെ വിശദീകരണം എങ്ങനെ? നിലവിലെ സാഹചര്യം എങ്ങനെ? സേതു, ഗുഡ് മോർണിംഗ്. നിലവിൽ ഇപ്പോൾ 1 വർഷത്തിന് മേലെയായി ദുരന്തബാധിതർ പല വീടുകളിലും വാടക വീടുകളിലൊക്കെയായി താമസിക്കാൻ തുടങ്ങിയിട്ട്. അവർക്ക് തുടക്ക സമയത്ത് തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കൂപ്പണുകൾ വിതരണം ചെയ്തിരുന്നു. മാസം കൃത്യമായ ഒരു തുകയും നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഭക്ഷ്യക്കൂപ്പണുകൾ 3 മാസമായി പൂർണ്ണമായും മുടങ്ങിയ സ്ഥിതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മെന്റർമാരെ, ഓരോ കുടുംബത്തെയും നോക്കാൻ വേണ്ടി മെന്റർമാരെ സെലക്ട് ചെയ്തിരുന്നു. ഈ മെന്റർമാരെ മാറ്റിയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് മാറിയിരിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഈ ഒരു ദുരന്തബാധിതരാണ്. ഇപ്പോൾ ഇവർ വാടക വീടുകളിലൊക്കെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. 1000 രൂപയുടെ ഭക്ഷ്യക്കൂപ്പണുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ ലഭിക്കാതായിട്ട്. ഇപ്പൊ എത്ര നാളായി അമ്മ? 3 മാസമായി. ഈ മാസത്തോടെ 3 മാസമായി കിട്ടിയിട്ട്. പക്ഷെ നമുക്കതൊരു വലിയൊരു ഉപകാരമാണ്. ഇപ്പൊ സർക്കാർ ഈ 300 രൂപ വെച്ച് ഞങ്ങൾക്ക് തരുന്നതുകൊണ്ട് ഞങ്ങളെ ജീവിതങ്ങളും ഞങ്ങൾ മരുന്ന് വാങ്ങിയിട്ടും അങ്ങനെ ഞങ്ങളെ ജീവിതങ്ങളൊക്കെ. മക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ മക്കളെ പഠിപ്പിക്കാനും അവരെ മക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ പഠിക്കുന്ന അവരെ നോക്കാനും പിടിക്കാനും ഉണ്ട്. പക്ഷെ അവർക്ക് നമ്മളെ നോക്കാനൊന്നും അധികം പറ്റൂല. പിന്നെ അവരെ നമുക്ക് ബുദ്ധിമുട്ടിക്കാനും പറ്റൂല. അവരതായിട്ടുള്ള ജീവിതം അവർക്കുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് 3 മാസമായി. ഈ 9000 രൂപ സർക്കാർ തരുന്നതുകൊണ്ട് നമുക്ക് ഞങ്ങളങ്ങോട്ട് മുന്നോട്ട് ജീവിച്ചു പോകുന്നു. മൂപ്പർക്കൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നല്ല അസുഖങ്ങളായി 1 മാസം റെസ്റ്റ് എടുത്ത് ഇപ്പോഴും തൈറോയിഡ് ഇല്ല. അതിന് ഉണ്ടാക്കാൻ വേണ്ടി മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇപ്പോഴും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമങ്ങളും പ്രയാസങ്ങളും. നമ്മൾ ആരോടും നമ്മളെ വിഷമങ്ങളും പ്രയാസം പറയുന്നില്ല. ഇപ്പോഴും നമുക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു വീടാകണം. ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണം എന്നില്ല. ഞങ്ങൾക്ക് മരിച്ചാൽ മതി. ഞങ്ങൾക്ക് അത്രയും ഞങ്ങൾ വിഷമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഭക്ഷ്യക്കൂപ്പണുകൾ കൂടെ മുടങ്ങിയിരിക്കുന്നത്. ഇനി സാങ്കേതിക തടസ്സങ്ങളാണ് പറയുന്നത്. അമ്മ, ഒരു 1000 രൂപയുടെ കൂപ്പൺ കൊണ്ട് ഇപ്പോൾ ഒരു വീട് നീങ്ങാൻ സാധിക്കുമോ? എന്നാലും ഇത് കിട്ടുന്നുമില്ലല്ലോ. 1000 രൂപയുടെ കൂപ്പൺ കൊണ്ട് ഞങ്ങൾക്ക് വീട് കഴിയാൻ പറ്റൂല. എന്നാലും ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾക്കൊരു ഉപകാരം. കിട്ടുന്നത് ഞങ്ങൾക്കൊരു ഉപകാരം. പിന്നെ 9000 കിട്ടുന്നതുകൊണ്ടും ഈ ഒരു കൂപ്പൺ കിട്ടുന്നതുകൊണ്ട് ഞങ്ങളെ കഴിഞ്ഞു പോകണം. ഞങ്ങൾക്ക് പണിയൊന്നുമില്ല. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാ. ഒന്നുമില്ല, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട. ഓരോ സാധനങ്ങളും ഞങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കല്ലാതെ തരാന്ന് പറയല്ലാതെ അവർ തരുന്നില്ല. വീടുകൾ വന്ന് നോക്കുക, നോക്കിയിട്ട് കിട്ടാത്തവർക്ക് അവർ കൊണ്ടുത്തരണ്ടേ. ഓരോരോ ആൾക്കാർ ഇവർ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം അവരെന്ത് ചെയ്യണം? ഈ വീടുകളിൽ എന്താ കിട്ടാത്തത് അവർക്ക് നമ്മൾ കൊടുക്കണം. അതല്ലേ ചെയ്യേണ്ടത്. ഇത് കൊടുത്തവർക്ക് തന്നെ അവർ കൊടുക്കും, എല്ലാത്തവർക്ക് ഒന്നുമില്ല. അതാണ് ഇപ്പം ഞങ്ങളുടെ സ്ഥിതി. ഇപ്പൊ ഭക്ഷ്യക്കൂപ്പണുകൾ മുടങ്ങിയിട്ട് 3 മാസം ആവുന്നല്ലോ. മാസമാവും. 3ാമത്തെ മാസമാണ്. അത് കിട്ടിയാൽ ഞങ്ങൾക്കൊരു ഉപകാരമായിരുന്നു. ഞങ്ങൾ തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ആകെ വിഷമത്തിലാണ്. ഈ കൂപ്പില്ലാത്തതിൽ അതിലും അധികം വളരെ വിഷമത്തിലാണ്. നമ്മൾ മക്കളെ നമ്മളെ നോക്കണം പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? ഞങ്ങൾ ഈ വെള്ളത്തിലൊക്കെ പെട്ട് ഇപ്പോഴും മരുന്ന് കഴിക്കുക. ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. മരുന്നിന് പോണെങ്കിൽ 300 രൂപ ഫീസ്. മരുന്ന് മേടിക്കുമ്പോൾ 1500 രൂപയും കൊണ്ട് വേണം മരുന്നിന് പോകാൻ. ഞങ്ങൾക്ക് ഇതിന് കിട്ടിയാൽ ഉപകാരമായിരുന്നല്ലോ. പക്ഷെ അത് കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. നിലവിൽ ഇപ്പം ഇത്തരത്തിൽ പലരും മരുന്ന് കഴിക്കുന്നവരാണ്, ജോലി ഇല്ലാത്തവരാണ്. പണ്ട് തൊഴിലുറപ്പ് ചെയ്ത ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. ഇവര് പിന്നെ പണ്ട് തൊഴിലുറപ്പിൽ പോയിരുന്ന ആളുകളാണ്. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം തൊഴിലുറപ്പിൽ പോകാൻ കഴിയില്ല. ഇവരിപ്പോൾ ഈ പ്രായമായ അമ്മയും അച്ഛനും മാത്രമാണ് അവർ താമസിക്കുന്നത്. 70-65 വയസ്സുള്ളവരാണ്. അവരുടെ മക്കൾ 2 പെൺമക്കളാണ്. അവർ ദൂര സ്ഥലത്താണ് പിന്നെ താമസിക്കുന്നത്. അവർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഫാമിലി അങ്ങനെ പോകും. ഇപ്പം നിങ്ങൾ ചോദിച്ചില്ല ഈ 1000 രൂപയുടെ കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചുള്ള ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ 1000 രൂപ കൂപ്പൺ വലിയൊരു സംഖ്യ തന്നെയാണ്. കാരണം റേഷൻ സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. അരിയും ഗോതമ്പ് സൗജന്യമായിട്ടുണ്ട്. അതിനോട് ഉപ്പും പച്ചമുളകും അതൊക്കെ വാങ്ങാനുള്ളത് കൊണ്ട് അപ്പോൾ ഈ കൂപ്പൺ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ എടുക്കാൻ പറ്റും. ഈ നമ്മളിത് പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഇത്തരത്തിൽ കൂപ്പൺ? അതിപ്പോൾ ഗവൺമെന്റ് ഫണ്ട് പാസ്സായി ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ മെന്റർമാരെ ഇവിടുന്ന് മാറ്റി നിർത്തിയോണ്ട് പുതിയ 4 ആളെ അവിടെ വെച്ചിട്ടുണ്ട്. കളക്ടറേറ്റിൽ വെച്ചിട്ടുണ്ട്. അവരെ പിന്നെ അനാസ്ഥയാണോ ഇനി
അവർ ശ്രദ്ധക്കുറവാണ് എന്താ അറിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് കളക്ടറെ കാണാൻ പോകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ഇപ്പം ഇതുപോലത്തെ കുറേ ആൾക്കാരുണ്ട്, 10-80 ഞങ്ങൾ കണക്കെത്താൻ 10-80 ആൾക്കാർ ഇപ്പോൾ ദുരിതത്തിലാണ്. കാരണം അവരെ ഫുഡിൻ്റെ ഈ പ്രായമുള്ള ആളുകളാണ്. മറ്റുള്ളവർ എങ്ങനെയും ജോലിക്കൊക്കെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാകും, പിന്നെ 300 രൂപ കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ ഇവരെ പോലത്തെ ആളുകൾ ഇത് കിട്ടിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇവർക്ക് പെൻഷനും ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും, പക്ഷേ ഈ 390,000 കിട്ടുന്നുണ്ടെങ്കിലും ഈ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും കളക്ടറേറ്റ് പോകുന്നുണ്ട്. സാങ്കേതിക തടസ്സമാണ് ഇപ്പോൾ പറയുന്നത്. സാങ്കേതിക തടസ്സം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്നുള്ള പ്രശ്നമാണ് അവിടെ ഉള്ളത്. ശരി, കഷ്ടമാണ് അവരുടെ കാര്യങ്ങൾ. ഇപ്പം പ്രേക്ഷകരെ ഒന്ന് ഓർത്തു നോക്കൂ, ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ്. അവരെയൊക്കെയും നമ്മൾ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും കൊടുത്തു. പക്ഷേ ഇപ്പം കഴിഞ്ഞ 3 മാസമായിട്ട് ഇവർക്ക് ഈ കൂപ്പൺ കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് തന്നെ ഇപ്പം അറിയാവുന്ന പോലെ ഇപ്പം 1000 രൂപ കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ 1000 രൂപ കിട്ടിയാൽ എന്താകും? പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുകയാണ്. ഒരു 1000 രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്, അവർക്കൊരു ആശ്വാസമായിരുന്നു. അത് നിലച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് എത്രയും വേഗം ആ മെന്റർമാരെയൊക്കെ അവിടേക്ക് വീണ്ടും വിന്യസിച്ച് ആ തുക അവരുടെ കയ്യിൽ എത്താനുള്ളൊരു സാഹചര്യം ഒരുക്കണമെന്നുകൂടി അധികൃതരോട് ഹലോ മലയാളം പറയുകയാണ്. എത്രയും വേഗം ഒരു നടപടി ഉണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ്